അപ്രതീക്ഷിതമായിട്ട് ശാരീരികമായ ജീവിതത്തിൽ കടന്നു പോകുന്ന ഈ സഹോദരി യാത്രയെക്കൊണ്ട് കടന്നു വന്നിരിക്കുന്ന ഏവരും, പ്രത്യേകിച്ച് വേർപാടിൽ ദുഃഖത്തിന്റെ അർത്ഥത്തിലായിരിക്കുന്ന പ്രതിയും മറ്റ് പ്രിയപ്പെട്ട ഏവരും, മനുഷ്യവാക്കുകൾക്ക് ആശ്വസിപ്പിക്കുവാനായിട്ട് നിവൃത്തിയില്ലാത്ത ഒരു നിമിഷത്തിലൂടെ നാം ഏവരും കടന്നു പോകുമ്പോൾ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന പോലെയല്ല നമ്മൾ ചെയ്ത കാരുണ്യവാനായ കർത്താവിന്റെ സ്വർഗീയമായ നിത്യമായ സമാധാനം ഈ പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് മുന്നമേ പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്റെ ചിന്തകൾക്ക് മറുപടി നൽകാനായിട്ട് കഴിയാത്ത ഒരു ചോദ്യമാണ്. എന്നാൽ നാം തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, മനുഷ്യ ജീവിതത്തോട് ദൈവത്തിന്റെ പദ്ധതി അനുഗ്രഹകരമായി സമയാസമയങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ തലമുറയിൽ സംഭവിച്ച ഒരു കാര്യം എവിടെയെങ്കിലും വായിക്കുകയോ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ഒരിക്കൽ അമേരിക്കയുടെ ഒരു കപ്പൽ ഇറാഖിന്റെ ആക്രമണത്തിൽ പൂർണ്ണമായിട്ട് നശിച്ചു വെള്ളത്തിൽ മുങ്ങി. 37 ജോലിക്കാരാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിലൊരാളുടെ പേര് കിഷർ എന്നാണ്. ഈ 37 പേരും വെള്ളം കുടിച്ച് മരിച്ചു. ഈ 37 പേരുടെയും മൃതശരീരങ്ങൾ കണ്ടെടുത്ത് കറുത്ത പെട്ടികളിലാക്കി അമേരിക്കൻ പതാക കൊണ്ട് പൊതിഞ്ഞ് ബഹ്റിൻ തുറമുഖത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് അമേരിക്കയ്ക്ക് കൊണ്ടുപോകുവാനായിട്ട് ഈ മരിച്ചവരുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ദുഃഖസൂചകമായി കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരം ഏറ്റുവാങ്ങുവാനായി ബഹ്റിൻ തുറമുഖത്ത് നിൽക്കുന്നു. കിഷർ എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യ ബാർബര കിഷർ 5 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ ഏക മകനെ എളിയിലെടുത്തുകൊണ്ട് കളറുള്ള വസ്ത്രങ്ങൾക്ക് ധരിച്ചുകൊണ്ട് ബഹ്റിൻ തുറമുഖത്ത് നിൽക്കുകയാണ് പ്രിയപ്പെട്ട ഭർത്താവിന്റെ മൃതശരീരം ഏറ്റുവാങ്ങുവാനായി. 36 ശവങ്ങൾ കരയോടടുക്കും. അവരുടെ പ്രിയപ്പെട്ടവർ അലമുറയിട്ട് കരയുകയാണ്. 37ാമതായിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മൃതശരീരം കരയോടടുക്കുന്നത് കണ്ടിട്ട് അലമുറയിട്ട് കരയുന്ന ലോകത്തോടായിട്ട് ബാർബര കിഷർ വിളിച്ചു പറഞ്ഞു, There is no need to mourn. God doesn't make mistakes. കരയേണ്ട കാര്യമില്ല, വിലപിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം തെറ്റ് ചെയ്യുന്നില്ല, ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല എന്നാണ് വിശ്വാസധീരയായ ആ സ്ത്രീ തന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരിതം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സങ്കടകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ തനിക്ക് ഈ ലോകത്തിൽ വളരുവാനും 5 വയസ്സുള്ള തന്റെ മകനെ വളർത്തി വലുവനാക്കുവാനും തന്നെ ഫലമേൽപ്പിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു പോകുമ്പോ ആ സ്ത്രീ ലോകത്തോട് പറഞ്ഞു, കരയേണ്ട കാര്യമില്ല, വിലപിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം തെറ്റ് ചെയ്യുന്നില്ല, ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല എന്ന്. പ്രതിയോടും പ്രിയപ്പെട്ട എല്ലാവരോടും ഞങ്ങൾ വൈദികർക്കും ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിശ്വാസമൂഹത്തിനും പറയാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്, നമ്മുടെ ജീവിതത്തിന്റെ നാളെ കാണാൻ കഴിയുന്ന ഒരു ദൈവമാണ്
ഈ മേബിളിനെ 35-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. നമ്മുടെ മുമ്പിൽ ഒരു പക്ഷേ നാളെ എന്ന് പറയുന്നത് ഏറെ വേദനാജനകമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നാളെ കാണാൻ കഴിയുന്ന ഒരു കർത്താവാണ്. ആ കർത്താവിലാണ് നമുക്ക് വിശ്വാസമുള്ളത്. അവനാണ് ഈ ആയുസ് ഇവിടെ അവസാനിപ്പിച്ചിട്ട് വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടാൻ കഴിയുമ്പോഴാണ് ശരിയായ നിലയിൽ നമുക്ക് വിശ്വാസത്തിന്റെ ആഴത്തിൽ, പ്രത്യേകിച്ച് ലോകത്തിൽ സന്തോഷത്തിന് കാരണമുള്ളപ്പോ നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരത ബോധ്യപ്പെടാൻ നമുക്ക് കഴിയില്ല. ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ വേർപാടുകളും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ലോകത്തിന്റെ വൈദ്യുതികളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ശരിയായ നിലയിൽ ദൈവകൃപ എന്താണെന്ന് ബോധ്യപ്പെടാനും അത് ഈ ലോകത്തിന് മുമ്പിൽ വിശ്വാസത്തിന്റെ സാക്ഷ്യമായിട്ട് അവതരിപ്പിക്കുവാനും കഴിയുന്നത്. ആ നിലയിൽ ഈ കർത്തൃദാസിയുടെ കടന്നുപോകലിൽ പ്രിയപ്പെട്ടവർക്ക് വിശ്വാസത്തിന്റെ ആഴവും ധൈര്യവും പ്രാപിക്കുവാനായിട്ട്, ദൈവത്തിന്റെ കൃപ കൂടുതൽ അനുഭവിക്കുവാനായിട്ടുള്ള ഒരു സന്ദർഭമായിട്ട് ഇതിനെ കാണാനായിട്ട് ഇടയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വസ്തുത. അതുകൊണ്ട് ഈ കർത്തൃദാസിയുടെ സ്ഥാനത്ത് ഭാര്യയായും, ഈ കർത്തൃദാസിയുടെ സ്ഥാനത്ത് അമ്മയായും, ഈ കർത്തൃദാസിയുടെ സ്ഥാനത്ത് മകളായും ഒക്കെ നിൽക്കാൻ കഴിയുന്ന ഒരു കർത്താവിലാണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കഴിയുമ്പോഴാണ് ഈ യാത്രയപ്പ് വേർപാടിന്റെ ദുഃഖം അനുഭവിച്ചുകൊണ്ടാണെങ്കിൽ പോലും അടിസ്ഥാനപരമായി ആത്മീയമായ സന്തോഷത്തോടെ നിർവഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. നമ്മൾ സാധാരണ നിലയിൽ ഇങ്ങനെയുള്ള പ്രായത്തിൽ കടന്നു പോകുന്നവരെ കുറിച്ച് അകാലത്തിൽ മരിച്ചുവെന്ന ഒരു വാക്ക് പറയാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ പറയുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അകാലം എന്നൊരു വാക്കില്ല. 35 വയസ്സ് ഒരു മനുഷ്യൻ ലോകത്തിൽ മനുഷ്യനായി ജീവിക്കുവാൻ പര്യാപ്തമായ ഒരു കാലമാണ്. അതുകൊണ്ട് താൻ ആരാണ്, തന്റെ വ്യക്തിത്വം എന്താണ്, ദൈവമായിട്ടുള്ള എന്റെ ബന്ധം എന്താണെന്ന് ദൈവത്തോട് പറയാൻ ഒരു വ്യക്തിക്ക് 35 വയസ്സ് ധാരാളമാണ്. വാർദ്ധക്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മള് വേദപുസ്തകത്തിൽ അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചില പുസ്തകങ്ങളും സഭ വിശ്വസിക്കുന്ന പുസ്തകങ്ങളാണ്. അതിൽ വിസ്ഡം ഓഫ് സോളമൻ എന്ന് പറഞ്ഞ ശലോമോന്റെ വിജ്ഞാന പുസ്തകം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ, 4-ാമത്തെ അധ്യായത്തിൽ യൗവനത്തിൽ കടന്നു പോകുന്നവരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമാണ്. അവിടെ പറയുന്നത് ബീയിങ് പെർഫെക്റ്റഡ് ഇൻ എ ഷോർട്ട് ടൈം ഹി ഫുൾഫിൽഡ് ലോങ് ഇയേഴ്സ് എന്നാ പറയും. ദൈർഘ്യമേറിയ കാലം നിർവഹിച്ചിട്ട് തികച്ചിട്ട് ഈ ലോകത്തിൽ കടന്നു പോകുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് അവിടെ പറയുന്നത് വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി മരിക്കാൻ, ദൈവത്തിന് വേണ്ടി മരിക്കാൻ പക്വത ആർജിക്കുന്നതാണ് വാർദ്ധക്യം. കൂടുതൽ പറയുന്നുണ്ട് എണ്ണി തിട്ടപ്പെടുത്തുവാൻ പ്രയാസമുള്ള വർഷങ്ങളുടെ സംഖ്യയല്ല വാർദ്ധക്യം, തലയിലെ എല്ലാ മുടികളും നരച്ചിരിക്കുന്നതല്ല വാർദ്ധക്യം. വാർദ്ധക്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി മരിക്കുവാൻ ഒരാൾ പക്വത ആർജിക്കുന്ന സമയത്തിനാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവിന് ജനിച്ചു ജീവിക്കാനായിട്ട് 2 വയസ്സിൽ താഴെ കൊല ചെയ്യപ്പെട്ട കുറെ കുഞ്ഞുങ്ങളുണ്ട്. ആ 2 വയസ്സിൽ താഴെ കൊല ചെയ്യപ്പെട്ട ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ അയ്യോഭാവം സാധാരണ തോന്നാറുണ്ട്. പക്ഷെ നാം തിരിച്ചറിയണം, നമ്മുടെ കർത്താവിന് ജനിച്ചു ജീവിക്കുവാൻ അവന് വേണ്ടി 2 വയസ്സിൽ താഴെ കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി മരിച്ചു എന്നുള്ളത് കൊണ്ട് വാർദ്ധക്യത്തിലാണ് അവർ മരിച്ചിരിക്കുന്നത്. 100 വയസ്സ് ജീവിക്കുന്ന പലർക്കും കർത്താവിന് വേണ്ടി മരിക്കാൻ ഒക്കുന്നില്ല. പക്ഷെ 2 വയസ്സിൽ താഴെ ജീവിച്ച കുഞ്ഞുങ്ങൾക്ക് കർത്താവിന് വേണ്ടി മരിക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി മരിക്കാൻ ഏത് പ്രായത്തിൽ പക്വത ആർജിക്കുന്നതോ ആ പ്രായമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, ഈ കർത്തൃദാസി, ഈ സഹോദരി, ഇവൾ 35-ാമത്തെ വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിക്കുവാനായിട്ടുള്ള പൂർണ്ണത ആർജിച്ചിരിക്കുന്നു. ഏറെ വേദനയുള്ള ഒരു ലോകത്തിൽ, വേദനാരഹിതമായ ലോകത്തിലേക്ക് നമ്മളൊക്കെ ഈ കർത്തൃദാസിയെ, റജി കർത്തൃദാസിയെ സ്നേഹിച്ചതിൽ, മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ സ്നേഹിച്ചതിൽ ഉപരിയായി ഇവളെ സ്നേഹിച്ച ഒരു കർത്താവ് ഉള്ളതുകൊണ്ട് ഈ ലോകത്തിന്റെ വേദന അനുഭവിക്കുവാൻ, കൂടുതൽ അനുഭവിക്കുവാൻ ഇടയാകാതെ 35-ാമത്തെ വയസ്സിൽ മാനുഷിക ശാരീരിക ജീവിതത്തിന്റെ പൂർണ്ണത നൽകി ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, നമുക്ക് വേദനയുണ്ട് ഈ വേർപാട്, വലിയ വേദനയാണ് ഈ വേർപാട് നൽകുന്നത്. പക്ഷെ ഇവൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യം വേദനാരഹിതമാണ് എന്നുള്ളത് കൊണ്ട് കർത്താവിന് ആ നിലയിൽ നമുക്ക് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഈ യാത്രയപ്പോ നമുക്ക് നിർവഹിക്കാം. ദൈവമായ കർത്താവ് ഈ കർത്തൃദാസിയെ തന്റെ വിശുദ്ധന്മാരുടെ ആരാധനയിൽ സമർപ്പിക്കട്ടെ. കൽപ്പനയാലും കർത്തൃപ്രകാരവും
ഈ ദാസിയെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായങ്ങൾ അയച്ചു കൊടുക്കണമേ. ഇവരുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈല മുഖാന്തരം ഓയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പല പാളയങ്ങളിൽ നിന്നും ഇവൾ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവളെ ആനയിക്കുകയും ചെയ്യണമേ. ഒരു സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവ് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവനു വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും എന്നരുളി ചെയ്ത പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. ആമീൻ ആമീൻ ആമീൻ. സ്നേഹമോട് പ്രിയസൽപുത്രമൃതിയേറ്റോനെ ഞങ്ങളെ രണ്ടാം മൃതിയെന്നു കനിവാർക്കാഹല്ലേലൂയ. എന്നോട് ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിൽ പൊഴിയും നിൻ വരസമ്പത്ത ഹല്ലേലൂയ. നിന്നെയേറ്റും സ്തോത്രം. കർത്താവിലേക്ക് നാം പോകുന്നുവെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ചുറ്റപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ ഊഷ്മയും പണിയപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. നിങ്ങളുടെ ഭരണം മഷികാമായിരിക്കും. ഗ്രഹത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. സ്നേഹന്മാർമാരിക്കട്ടെ, നിന്റെ വചനങ്ങളിൽ സമാധാനം കൊണ്ടാണെങ്കിൽ സംതൃപ്തി ഉണ്ടാകട്ടെ. ദൈവമായ കർത്താവിന്റെ ആരാധന ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. നീ കണ്ടന്നെ ഞാനില്ലായേ കൃപ തോന്നണമേ. ഞാൻ സുസ്നേഹിതരാസുരന്മാരെ മുടിഞ്ഞുടിച്ച നീതി പ്രിയനെ. കണ്ണുകളെ പോൽ ചൂടാഭരണം ചോടിക്കേണം.
മുന്തിട്ട് ദേവേശായൻ മാർഗത്തിൽ നീ കൂട്ടായി നിന്നിടണം. വന്നിടുമ്പോൾ ഈ ആത്മാവിനാശ്വാസം ധർമ്മിഷ്ഠർക്കൊപ്പം ദേവാദാസിക്കണമേ പുണ്യം നിന്മഹിമോടെ നാൾ തന്നിൽ നിർത്തണമേ ബലമായി വളേ. ഭൂമിയിലെ സമാധാനവും നിരപ്പും മനുഷ്യർക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗീയ രാജാവും സൃഷ്ടാവുമായിരിക്കുന്ന ദൈവമാർത്താവിനെയും യേശുമിശിഹായ പുത്രനാമമായ കർത്താവേ, വിശുദ്ധമാടോട് തന്നെയും നിന്റെ സ്തുതിയോട് വരുത്തുന്ന ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്നവരും വായിച്ചവരുമായിട്ട് നിന്റെ വ്യാഴ്ചയുടെ മാത്രം പരിശുദ്ധനാകും വിശുദ്ധരോടുകൂടെ സൂക്ഷിയാ നീ മാത്രം പിതാവാം ദൈവത്തിന്റെ മോദത്തിന് നിത്യമായ കർത്തവ്യമുള്ളവനുമാകുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ശ്രേഷ്ഠ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ സ്തുതിക്കപ്പെട്ടവനെ ക്രിസ്തുനാഥപ്പെട്ടവുമാകുന്നു. സത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശപിതാവിനോട് സമതുള്ള ബന്ധിച്ചെന്നെ
പ്രാർത്ഥിക്കുന്നു.